ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ചോദ്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് 3 പേരുകൾ എല്ലാരെയും പോലെ തന്നെ ഇതിനകത്ത് പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായും ഈ തവണ പൊളിറ്റിക്കലി ആ ക്ലെയിം ഏറ്റവും ശക്തമായി വെക്കാവുന്ന ഒരു സാഹചര്യമാണ് വി ഡി സതീശന് ഇലക്ഷൻ ഫലം നൽകിയിരിക്കുന്നതെന്നാണ് എൻ്റെ ഒബ്സർവേഷൻ. ഈ സാഹചര്യം 2 തരത്തിലാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഒന്ന് എന്ന് പറയുന്നത്, ഇപ്പോ ഒരു 75-80 സീറ്റുകളുമായിട്ട് കോൺഗ്രസ് പാർട്ടി UDF മുന്നണി വിജയിക്കുന്നു എന്ന് കരുതുക. മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ മേലെ ഒരു സേ ഉണ്ടാവുമായിരുന്നു. അതെ. അതേസമയം 100 സീറ്റുകൾക്ക് മേലെ ജയിച്ച ആ വിജയത്തിന് നേതൃത്വം നൽകിയ ആൾ എന്ന നിലയിൽ, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഒരു സ്വാഭാവിക സാധ്യത വി ഡി സതീശനുണ്ട്. ആ സാധ്യതയെ കൂടുതൽ തിളക്കമാർന്ന വിജയം അദ്ദേഹത്തിന് കൂടുതൽ മെച്ചപ്പെട്ട ഒരു സാധ്യത കൊടുക്കുന്നുണ്ട്, പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവിടുത്തെ പ്രശ്നം എവിടെയാണെന്ന് പറഞ്ഞാൽ, ഘടക കക്ഷികൾക്ക് നിങ്ങൾ സ്വീകാര്യനാണോ അല്ലയോ എന്ന ഫാക്ടർ ഇനി റെലവന്റ് അല്ല. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നം മാത്രമായി എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. അപ്പോ പാർലമെന്ററി പാർട്ടിയിൽ ഈ 3 നേതാക്കളെയും മുൻനിർത്തി MLA-മാരിൽ നിന്നും ഒരു വോട്ടെടുപ്പ് നടന്നാൽ അതിന് പ്രഡിക്റ്റബിൾ ആയ ഒരു ഫലം ഉണ്ടാവുമോ എന്നുള്ളത്. കാരണം നിങ്ങൾ ഇവരുടെയൊക്കെ പ്രഖ്യാപിത ലോയൽറ്റി ഉണ്ടല്ലോ, പല നേതാക്കളുടെയും നമുക്കെല്ലാം പൊളിറ്റിക്സ് ഒബ്സർവ് ചെയ്യുന്ന ആളുകൾക്ക് കാണാവുന്ന വളരെ പ്രഖ്യാപിതമായ ലോയൽറ്റിയുള്ള നേതാക്കളുണ്ട്. അപ്പൊ ആ നേതാക്കളെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവർക്ക് ആർക്ക് പിന്തുണ കിട്ടും എന്നുള്ള കാര്യം ഇപ്പൊ തീർത്ത് പറയാവുന്ന ഒരു സാഹചര്യമില്ല. 3 പേരും ഒരേപോലത്തെ സാധ്യത കേരളത്തിൽ നിലനിർത്തുന്നുണ്ട്. അപ്പോ 2.5 കൊല്ലം ഒരാളെന്ന് പറയുന്ന തരത്തിലുള്ള ഒരു നീക്കുപോക്കിനെ കേരളത്തിന്റെ പൊതുസമൂഹം അംഗീകരിക്കാൻ സാധ്യതയില്ല. അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ഒരു നേതാവിലേക്ക് അവര് തീരുമാനം എത്തുക എന്നുള്ളത് തന്നെ ആയിരിക്കും അവർക്ക് നല്ലത്.